ശ്രീ മഹാദേവി നമ. നമസ്കാരം. ദേവീനാരായണീയം 23-ാം ദശകം വർണ്ണിക്കുകയാണ്. ഈ ദശകത്തിൽ ശ്രീമദ് ദേവി ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ ആദ്യം വർണ്ണിക്കുന്ന ഒരു കഥയാണ് മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ദേവിയുടെ ആവിർഭാവം. ആ മഹിഷാസുര ചരിത്രം, മഹിഷാസുരനെ നിഗ്രഹിക്കാനായിട്ട് ദേവി മഹാലക്ഷ്മി രൂപേണ അവതരിക്കുന്നു. ആ മഹാലക്ഷ്മി അവതാരത്തെയാണ് ഇവിടെ പ്രധാനമായിട്ട് വർണ്ണിക്കുക. രംഭസ്യ പുത്രോ മഹിഷാസുരപ്രാക് തീവ്രൈസ്തപോഭിദ്രുഹിണാത് പ്രസന്നാത് അവധ്യതാംബുംഭിരവാപ്യധൃഷ്ടോ നമേ മൃതി സ്യാദിതിജ വ്യചിന്തേത്. രംഭൻ എന്ന അസുരന് ഒരു മഹിഷിയിൽ ജനിച്ച പുത്രൻ, ഒരു എരുമയിൽ കാമം തോന്നുകയും അങ്ങനെ ആ എരുമയിൽ നിന്ന് ഉണ്ടായ പുത്രനാണ് മഹിഷാസുരൻ. ഈ മഹിഷാസുരൻ വളരെ കാലം തപസ് ചെയ്തു. ബ്രഹ്മാവ് ദർശനം നൽകി. മഹിഷാസുരൻ ആവശ്യപ്പെടുന്നത് തനിക്ക് മരണമുണ്ടാവരുത്, മരിക്കാതിരിക്കാനുള്ള വരം തരൂ എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു വരം തരാൻ ആവില്ല എന്ന് ബ്രഹ്മാവ് പറയുകയും അതിനെ തുടർന്നാണ് എങ്ങനെ മരണം ഒഴിവാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു വരം ചോദിച്ചു. എന്നെ പുരുഷന്മാർ നിഗ്രഹിക്കരുത്, ദേവന്മാരിലോ മനുഷ്യരിലോ അസുരന്മാരിലോ ഉള്ള പുരുഷന്മാരിൽ നിന്ന് എനിക്ക് മരണം ബാധിക്കരുത്. ഒരു സ്ത്രീക്ക് എന്നെ കൊല്ലാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് സ്ത്രീയുടെ കൈകൊണ്ട് ആ മരണം സംഭവിച്ചാലും എനിക്ക് പരാതിയില്ല. മറിച്ച് പുരുഷന്മാരിൽ നിന്ന് മരണം ബാധിക്കരുത്. ഇങ്ങനെ വരം നേടിയ മഹിഷാസുരൻ തനിക്ക് മരണമില്ല എന്നൊക്കെ അഹങ്കരിക്കാൻ തുടങ്ങി. സചിക്ഷുരാദ്യേരസുരൈ സമേത ശക്രാദിദേവാൻ യുധി പത്മജം ച രുദ്രം ച വിഷ്ണും ച വിജിത്യനാഗേ വസൻ ബലാത് യജ്ഞഹവിർജഹാര. മഹിഷാസുരന്റെ സേനാനായകനായിട്ടുള്ള ചിക്ഷുരൻ വലിയ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ ഈ അസുരന്മാർ സ്വർഗലോകത്തെ ആക്രമിക്കുകയും ഭയങ്കരമായിട്ടുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ ത്രിമൂർത്തികൾ പോലും എത്തിച്ചേർന്നു എന്നാണ്. എന്നാൽ യുദ്ധത്തിൽ ദേവന്മാർക്ക് പരാജയം നേരിടേണ്ടി വന്നു. എല്ലാവർക്കും സ്വർഗം വിട്ട് പലായനം ചെയ്യേണ്ടതായൊരവസ്ഥ വന്നു ചേർന്നു. മഹിഷാസുരൻ സ്വർഗത്തെ, ഭൂമിയെയും പാതാളത്തിലെയും, അങ്ങനെ 3 ലോകങ്ങളെയും കീഴടക്കി. അപ്പോൾ ഭൂമിയിൽ ഈ സമയത്ത് ചെയ്യുന്നതായിട്ടുള്ള യാഗാദികളുടെ ഫലം അത് ദേവന്മാർക്ക് ലഭിക്കാതെയായി. ആ ഹവിർഭാഗം, ആ യജ്ഞഭാഗത്തെ മഹിഷാസുരന് ചെന്നു ചേരാൻ തുടങ്ങി. ചിരം ഭൃശം ദൈത്യനിപീഡിതാസ്തേ ദേവാഃ സമം പത്മജശങ്കരാഭ്യാം ഹരിം സമേത്യോ അസുരദൗഷ്ട്യമൂജു ത്വാം സംസ്മരൻ ദേവി മുരാരിരാഹ. ഈ അസുരനെ ഭയന്ന ദേവന്മാർ വളരെ കാലം പർവ്വതങ്ങളിൽ, ഗുഹകളിലൊക്കെ കഴിഞ്ഞുകൂടുകയാണ്. നിവൃത്തിയില്ലാതെ അവർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ശ്രീപരമേശ്വരനെ ആശ്രയിക്കുകയും ആ ശ്രീപരമേശ്വരനെയും കൂട്ടിക്കൊണ്ട് മഹാവിഷ്ണുവിനെ സമീപിച്ചു.
ലോകം മുഴുവനും ഈ മഹിഷാസുരന്റെ കാൽക്കീഴിലായി കഴിഞ്ഞു, അസുര ആധിപത്യത്തിലാണ് എന്ന് ഭഗവാൻ മഹാവിഷ്ണു അറിയുകയും ദേവീ സ്മരണ ചെയ്തുകൊണ്ട് ഭഗവാൻ മറുപടി പറയാൻ ആരംഭിച്ചു മറ്റു ദേവന്മാരോട്. സുരാവയം തേന രണേതി ഘോരേ പരാജിത ദൈത്യവരോ ബലിഷ്ഠ മത്തോ ഭൃശം പുംഭിരവധ്യഭാവാന്ന സ്ത്രിയോ യുദ്ധവിചക്ഷണാശ്ച. മുൻപ് നടന്ന സംഭവത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. ത്രിമൂർത്തികളും ദേവന്മാരും ഒന്നിച്ചു ചേർന്ന മഹിഷാസുരനോട് ഏറ്റുമുട്ടിയിട്ടും യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അപ്പം അതിന് കാരണം ആ അസുരനെ, മഹിഷനെ നിഗ്രഹിക്കാൻ പുരുഷന്മാർക്ക് കഴിയില്ല. ദേവനാണെങ്കിലും അസുരനാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും അവരിലെ പുരുഷന്മാർക്ക് മഹിഷാസുര നിഗ്രഹം സാധ്യമല്ല. ആ മഹിഷന്റെ മുന്നിൽ എല്ലാവരും, പുരുഷന്മാരെല്ലാവരും തന്നെ നിസ്സഹായരാണ്. അത് മഹിഷനെ വല്ലാതെ അഹങ്കാരിയാക്കി തീർത്തു കഴിഞ്ഞു. ഇനി സ്ത്രീകൾക്കാണ് എങ്കിൽ, പ്രത്യേകിച്ചും ദേവസ്ത്രീകൾക്ക് യുദ്ധം ചെയ്തിട്ടുള്ള ശീലമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അസുര നിഗ്രഹം സാധ്യമാവുക എന്ന് നമ്മൾ ആലോചിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ള സംഗതിയാണ്. തേജോഭിരേകാ ഭവതീഹ നശ്ചേൽ സൈവാസുരാൻ ഭീമബലാൻ നിഹന്ത യഥാ ഭവത്യേതരം തഥൈവ സംപ്രാർത്ഥയാമോവതു നോ മഹേഷി. അസുര നിഗ്രഹത്തിനായിട്ടുള്ള ഉപായം ഭഗവാൻ മഹാവിഷ്ണു തന്നെ കണ്ടെത്തുകയാണ്. ഒരു ദിവ്യസ്ത്രീ രൂപം, അത് ദേവന്മാരുടെ തേജസ് എല്ലാം കൂടിച്ചേർന്നതായിട്ടുള്ളൊരു ദേവീരൂപം. ഒരു സ്ത്രീ രൂപത്തെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും മഹിഷാസുരനെ നിഗ്രഹിക്കാം, അസുരന്മാരെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയും. അതിന് നമ്മളെല്ലാവരും കൂടിച്ചേർന്ന് ആ ജഗദംബികയെ സ്തുതിക്കുക തന്നെ വേണം. ദേവിയുടെ അനുഗ്രഹം കൊണ്ടേ അത് സാധ്യമാവൂ. ഏവം ഹരൗ വക്തരി പത്മജാതാൻ തേജോഭവൽ രാജസരക്തവർണം ശിവാദഭൂൽ താമസര ഊപ്യവർണം നീലപ്രഭം സാത്വികമച്യുതാച്ച. ഇങ്ങനെ ഭഗവാൻ എല്ലാവരോടും, എല്ലാ ദേവന്മാരോടുമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ബഹിർഗമിച്ചു. ചുവപ്പ് നിറമാണ് ആ തേജസ്സിന്, രജോഗുണ പ്രധാനമായിട്ട് തേജസ്സാണ്. ശ്രീപരമേശ്വരന്റെ ശരീരത്തിൽ നിന്ന് തമോ ഗുണപ്രധാനമായിട്ടുള്ള തേജസ് ഉദ്ഭവിച്ചു. വിഷ്ണു ഭഗവാന്റെ ദേഹത്തിൽ നിന്നും ഒരു തേജസ് ബഹിർഗമിച്ചു. അത് സത്വഗുണപ്രധാനമാണ്, നീലനിറമാണ്. തേജാംസ്യഭൂവൻ വിവിധാനി ശക്രമുഖാമരേഭ്യോ മിഷതോ അഖിലസ്യ സംയോഗതസ്താന്യജിരേണ മാത സ്ത്രീരൂപമഷ്ടാദശഹസ്തമാപു. തുടർന്ന് ഇന്ദ്രാദി ദേവന്മാരുടെ, ഇന്ദ്രൻ, വരുണൻ, യമൻ, അഗ്നി, പിന്നെ ഓരോ ദിക്പാലകന്മാരായിട്ടുള്ള ദേവന്മാരുടെയൊക്കെ ശരീരത്തിൽ നിന്നും തേജസ്സുകൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ തേജസ്സുകളാം എല്ലാം വന്ന് പരസ്പരം യോജിച്ച് ആ ഒരു തേജപുഞ്ചത്തിന്റെ നടുവിലായി അഷ്ടാദശഭുജ 18 കൈകളോട് കൂടിയിട്ട് ഒരു ദേവീരൂപം വ്യക്തമായി കണ്ടു. ദേവന്മാരുടെ തേജസ്സെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു
സ്ത്രീരൂപം ആണവിടെ കൈക്കൊണ്ടത്. ആ ദേവസ്ത്രീക്ക് അല്ലെങ്കിൽ ആ ദേവിക്ക് മഹിഷാസുരനെ കൊല്ലാൻ കഴിയും. ഇവിടെ ഭഗവാന്റെ വാക്ക് സത്യമായി, ദേവന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. തത്വമാസീ ശുഭദേ മഹാലക്ഷ്മ്യാഖ്യാ ജഗന്മോഹനമോഹനാംഗി ത്വം ഹ്യേവ ഭക്താഭയദാനദക്ഷ ഭക്തദ്രുഹാം ഭീതികരീ ച ദേവി. 18 കൈകളോടുകൂടി പ്രത്യക്ഷയായ ദേവി സാക്ഷാൽ ജഗദംബിക തന്നെയാണ്. ഇവിടെ മഹാലക്ഷ്മി അവതാരത്തെയാണ് ദേവി കൈക്കൊണ്ടിട്ടുള്ളത്. ഭക്തദ്രോഹികളായിട്ടുള്ള അസുരന്മാരെ ഭയപ്പെടുത്തണം, അവരെ നിഗ്രഹിക്കണം. ഭക്തന്മാരായിട്ടുള്ള ദേവന്മാർക്ക് അനുഗ്രഹം നൽകണം. അതിനൊക്കെ ആയിട്ടാണ് ദേവി ആവിർഭവിച്ചിട്ടുള്ളത്. അത്യധികം സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ആ ദേവി യഥേച്ഛം ഏത് രൂപവും കൈക്കൊള്ളാൻ അവിടത്തേക്ക് കഴിയും എന്നുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സദ്യസ്ത്വമുച്ചൈശ്ചകൃഷേട്ടഹാസം സുരാ പ്രഹൃഷ്ടാ വസുധാ ചകമ്പേ ചുക്ഷോഭ സിന്ധുർ ഗിരയോ വിചേലുർ ദൈത്യശ്ച മത്തോ മഹിഷശ്ചുകോപ. അസുര നിഗ്രഹത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ദേവി ഇവിടെ ആവിർഭവിക്കുന്നത്. ദേവിയുടെ ഉച്ചത്തിലുള്ള അട്ടഹാസം, ആ ഒരു അലർച്ച, അത് കേട്ട് ദേവി പ്രഭാവത്തെ അറിയുന്നതായ ദേവന്മാർക്കൊക്കെ മനസ്സ് വല്ലാതെ ഒരു കുളിർമ അനുഭവപ്പെട്ടു അവർക്ക്. ഈ അട്ടഹാസം കേട്ട് മഹിഷാസുരൻ കോപിക്കുകയാണ് ചെയ്തത്. ത്വാം സുന്ദരിം ചാരമുഖാത് സ ദൈത്യോ വിജ്ഞായ കാമീ വിസസർജ ദൂതം സചേശ്വരിം ദൈത്യഗുണാൻ പ്രവക്ത ത്വാം നേതു കാമോ വിഫലോദ്യമോ ഭൂൽ. മഹിഷാസുരന്റെ ദൂതന്മാർ, ചാരന്മാർ എല്ലായിടത്തുമുണ്ട്. ആ ചാരന്മാർ ഈ മഹാലക്ഷ്മി ആവിർഭാവത്തെക്കുറിച്ച് ആ മഹിഷാസുരനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ദേവന്മാരുടെ മുന്നിൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു ദേവീരൂപം കാണുന്നു. ചാരന്മാരുടെ വാക്കുകളിൽ കൂടിയിട്ട് മഹിഷൻ മനസ്സിലാക്കി. ആ ഒരു ഗർജന ശബ്ദം കേട്ടത് അത് ഈ ദേവിയുടേതാണ് എന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ആ ദേവിയെ കാണണമെന്ന ആഗ്രഹം തോന്നി. മഹിഷാസുരന്റെ ഉള്ളിൽ കാമം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കാമാർത്ഥനായി തീർന്ന അസുരൻ ആ സുന്ദരിയായിട്ടുള്ള ആ ദേവസ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ ദേവിയെ സമീപിച്ചു. ഈ മഹിഷാസുരൻ പറഞ്ഞയച്ച കാര്യങ്ങളൊക്കെ ദേവിയെ അറിയിച്ചു. മഹിഷാസുരന്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിച്ചു കേൾപ്പിക്കുകയാണ്. കാരണം ദേവിക്ക് മഹിഷാസുരനിൽ ഒരു ഇഷ്ടം തോന്നണം, അനുരക്തയായി തീരണം ദേവി മഹിഷാസുരനിൽ. അതിനു വേണ്ടിയിട്ടാണ് ഗുണഗണങ്ങളൊക്കെ വർണ്ണിച്ചു. മറ്റ് പല രീതിയിലുള്ള ഉപദേശങ്ങളും നൽകി നോക്കി. പക്ഷെ അതൊക്കെ വെറുതെയായി. ആ ദൂതൻ മടങ്ങി വന്നു. ആ അസുരനെ, മഹിഷാസുരനെ എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ചു. പക്ഷെ അപ്പോഴും മഹിഷാസുരൻ പ്രതീക്ഷയോടുകൂടി തന്നെ വീണ്ടും ആ ദേവിയെ തൻ്റെ വശത്താക്കുവാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പ്രലോഭനൈസ്ത്വാമഥ ദേവശക്തിം
ജ്ഞാത്വാവിവാക്കീരനുനേതു കാമ ഏകൈകശ പ്രേഷയതി സ്മ ദൂതാൻ ത്വാം കാമിനിം കർത്തുമിമേ നശേകു. മഹിഷാസുരന്റെ അടുത്തു നിന്ന് വന്ന ദൂതനെ മടക്കി അയക്കുമ്പോൾ ഇവിടെ ആ മഹാലക്ഷ്മി ദേവി പറഞ്ഞയച്ചു, ഒരു സന്ദേശം കൊടുത്തയച്ചു. സ്വർഗം ദേവന്മാർക്ക് മടക്കി കൊടുക്കുക, നിങ്ങൾ അസുരന്മാർ പാതാളത്തിൽ പോയി വസിക്കുക. ഇങ്ങനെ മടങ്ങി വരുന്ന ദൂതൻ ഈ മഹിഷാസുരനോട് എന്താണ് ദേവിയുടെ സന്ദേശം എന്നത് അറിയിച്ചു. അപ്പോൾ ഇവിടെ ദേവന്മാർക്ക് മുന്നിൽ ഈ ആവിർഭവിച്ചിട്ടുള്ളതായ ലക്ഷ്മി രൂപേണ വന്നിട്ടുള്ളത് പരാശക്തി തന്നെയാണ്, ജഗദംബിക തന്നെയാണ്, ആ ദേവശക്തിയാണ് എന്നറിഞ്ഞിട്ടും മഹിഷാസുരന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല. വീണ്ടും പല പല ദൂതന്മാരെ അയക്കുകയാണ്. പക്ഷെ അവരുടെ ഒന്നും ദൗത്യം കൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. അവരെല്ലാം മഹിഷാസുരന്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ചു കേൾപ്പിച്ചു. വേണ്ട സമയത്ത് നമുക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ പാഴാക്കിയാൽ, നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പ്രലോഭനം, ആ പ്രലോഭിപ്പിക്കുന്നതായ വാക്കുകൾ കൊണ്ട് ആ ദേവിയെ മഹിഷാസുരന്റെ വശത്താക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുവെങ്കിലും അവരുടെ ഒന്നും വാക്കുകൾക്ക് അനുരാഗം, മഹിഷാസുരനിൽ അനുരാഗം ജനിപ്പിക്കാൻ, ദേവിക്ക് ഒരു അനുരാഗം ഉണർത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ മഹിഷാസുരനും സൈന്യങ്ങളെയും കൂട്ടിയിട്ട് ദേവീ സൈന്യങ്ങളോട് യുദ്ധത്തിനായിട്ട്, ദേവസൈന്യങ്ങളോടൊക്കെ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അവേഹിമാം പുച്ഛവിഷാണഹീനം ഭാരം വഹന്തം മഹിഷം ദ്വിപാദം ഹിംസന്തിമാം സ്വാർത്ഥിജനാ ത്വമേവ രക്ഷോകരി രക്ഷാകരീ മേ ശുഭദേ നമസ്തേ. മഹിഷാസുര ചരിത്രം അടുത്ത ദശകത്തിലും തുടരുന്നുണ്ട്. ഈ ദശകം ഇവിടെ സമർപ്പിക്കുമ്പോൾ സ്തോത്രകാരൻ പറയുന്നത്, മഹിഷ ശബ്ദത്തിന് എരുമ, പോത്ത് എന്നൊക്കെ ആണ് സാമാന്യമായിട്ട് അർത്ഥം പറയുക. നമ്മൾ സാമാന്യേന കാണുന്ന ഈ ജീവിയുടെ ഒരു പ്രകൃതം അന്യനു വേണ്ടി പണിയെടുക്കുക, അന്യന്റെ ഭാരം വഹിക്കുക, അങ്ങനെ ഒട്ടും ബുദ്ധിയില്ലാത്ത രീതിയിൽ എപ്പോഴും പണിയെടുക്കുക, തിന്നുക, ഇത്തരത്തിൽ ആണ് നമ്മൾ അധികവും ഈ മൃഗത്തെ കാണുക. ഒട്ടും തന്നെ ജോലി ചെയ്യാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ, ഒരു കർഷകനാണെങ്കിൽ പോത്തുകളെ സാധാരണ അവർ വളർത്തുന്നത് ഉഴവുചാലിൽ, കൃഷിഭൂമികൾ ഉഴുത് മറിക്കാനൊക്കെ ആയിട്ട് ആവും സാമാന്യമായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ വണ്ടികൾ, ഈ പോത്തുകളോ അല്ലെങ്കിൽ കാളകളോ വലിക്കുന്ന വണ്ടികളെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. കാളവണ്ടികളൊക്കെ ധാരാളമായിരുന്നു ഒരു കാലത്ത്. ഇങ്ങനെ ഭാരം വഹിക്കുക, ജോലികൾ ചെയ്യുക, അതിന് പറ്റാതെ ആയാൽ, ഈ മൃഗത്തിനെ കൊണ്ട്, ഈ പോത്തിനെ അതിന് കൊള്ളില്ലാതെ ആയാൽ, അതിനെ പിന്നീട് അതിൻ്റെ ഉടമസ്ഥൻ സംരക്ഷിക്കാൻ ശ്രമിക്കില്ല, അതിനെ വിൽപ്പന ചെയ്യും. വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ അധികവും മാംസം ഭക്ഷിക്കുന്നവർ ആ മൃഗത്തിനെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള ഈ മൃഗം, ഈ പോത്തും ഞാനും തമ്മിൽ ആകെ ഒരു ഭേദമുള്ളത്
എന്താണ്, ആ മൃഗത്തിന്, പോത്തിന് 4 കാലുണ്ട്, കൊമ്പുണ്ട്, വാലുണ്ട്. എനിക്ക് അതില്ല. ബുദ്ധിയുടെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും സമാനരാണ്. അപ്പോൾ ഇവിടെ എന്നെ രക്ഷിക്കുവാൻ ദേവി അവിടുന്ന് മാത്രമേ ഉള്ളൂ, മറ്റാരും തന്നെ എനിക്ക് ആശ്രയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ നമസ്കരിക്കുകയാണ്. ത്വമേവ രക്ഷാകരിമേ ശുഭതേ നമസ്തേ. എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ സ്വാർത്ഥരാണ്, സ്വാർത്ഥമതികളാണ്. അങ്ങനെ സ്വാർത്ഥികളായിട്ടുള്ള ജനങ്ങൾ എന്നെ ഹിംസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹിംസന്തിമാം സ്വാർത്ഥിജന, എന്നെ കൊല്ലുകയാണ്. ഒരർത്ഥത്തിൽ കൊല്ലുകയാണ്, അല്ലെങ്കിൽ അവരെന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആശ്രയസ്ഥാനമായിട്ട് ദേവി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താൻ നമസ്കരിക്കുകയാണ് സ്തോത്രകാരൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് 23-ാം ദശകത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവി നമഃ.